ഹലോ നമസ്കാരം സ്വാഗതം. ബിഗ് ബോസ് താരങ്ങളായ ആദിലയും നൂറയും ഫൈസൽ മലബാർ തന്റെ ഗൃഹപ്രവേശത്തിന് വിളിക്കുകയും പിന്നീട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ടിനി ടോം. ഓൾവേസ് വിത്ത് യു ഫൈസലിക്ക എന്ന ക്യാപ്ഷനോടുകൂടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി ഇദ്ദേഹം പങ്കുവച്ചിരുന്നു. ടിനി ടോമിന്റെ പോസ്റ്റിന് താഴെ ഒരാൾ വന്ന് കമന്റ് ഇടുകയും അത് ഇപ്പോൾ ഇരുവർക്കും ഇടയിലുള്ള വാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ആദിലാനൂറ മലബാർ ഗോൾഡ് വിഷയത്തിൽ ഇപ്പോൾ പൈസയൊക്കെ മലബാർ വന്ന ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ടുപെടാതെ ആൾക്കാരുടെ പൊങ്കാലെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പോയി ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്തലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിക്കുന്ന ടീമാണ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വിത്ത് യു ഓൾവേസ് ഇക്ക, വിത്ത് യു ഓൾവേസ് ഇക്ക. എന്നിട്ട് ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഇതാണ് മനുഷ്യത്വം. അപ്പോൾ ടിനി ടോമിന് ഞാനൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറയാം. മുന്തിയോ പിരിച്ചില്ല അണ്ണം പറഞ്ഞ് ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ. അതായത് പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാൻ പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം നമ്പർ. പുള്ളി ആരും വിമർശിച്ച് കമന്റ് ഇട്ടാൽ അപ്പം തന്നെ അവർ ഇൻബോക്സ് ചെയ്യുക, നിന്റെ നമ്പർ കാണാം, ഞാൻ വിളിക്കട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് പുള്ളി നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ഫേസ്ബുക്കിൽ പുള്ളി കോൾ ചെയ്തു. എന്തോ പറയേണ്ടത്, നിങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എവിടെയാണ്? ആലപ്പുഴ. നമ്മളല്ലല്ലോ, നമ്മളെത്താ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയൂടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട്. ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ സിനിമയില്. അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഞാൻ ചോദിച്ചു ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറ്റയ്ക്ക് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തുവാ കഴിഞ്ഞോണം വർഷം വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ്. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഫോളോവേഴ്സ് ഉള്ള ആളാണ്. എന്ത് ചെയ്യാനാ ആകെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയി. സത്യം. അയ്യോ, അതുകൊണ്ട് പാവത്തിന് കാശില്ല. സ്വന്തം സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്. അതൊരു വലിയ സംഭവമൊന്നും അല്ല. നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളൊരു സിനിമാ നടനാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? എടാ, നീ വലിയ ആളാണ് അറിയൂ, അതുകൊണ്ട് ആരാധന മുത്ത് വിളിച്ചാണ്. എന്തായാലും ഓട്ടോഗ്രാഫ് 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? പിന്നെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു പാഷാണത്തെ കൃമി പിടിച്ചവൻ സമ്മതിക്കണം.